വീഡിയോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഈദ് ഡെസേർട്ടാണ്. ഇതിന് മാത്രമല്ല എല്ലാ ഒക്കേഷനിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമി ഡെസേർട്ട്. ആദ്യം നമ്മൾ ഒരു 2.5 കപ്പ് പാല് ബോയിൽ ചെയ്യാം. എന്നിട്ട് പാലിങ്ങനെ ബോയിൽ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഏലാച്ചി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ ഏലാച്ചിയാണ് ഉപയോഗിച്ചത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഓറഞ്ച് ഫുഡ് കളർ അഥവാ നമുക്ക് സാഫ്രൺ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഈ മിക്സ്ചർ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല, ഒരു മീഡിയമിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വരെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ചെയ്യാനായി ആദ്യം നമ്മൾ ഒരു 1/2 കപ്പ് ഷുഗർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഏലാച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം, ഓറഞ്ച് കളർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് അലിയുന്നത് വരെ നമ്മൾക്ക് ഇതിനൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡിനെ ഇതുപോലെ ഒരു മോൾഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 10-11 ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് അതിന് ഈ ബ്രെഡിനൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രെഡൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിനൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഒരു ട്രേയിലേക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് പീസസിനൊക്കെ ഇങ്ങനെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ഈ റബ്രി ഒന്ന് ഇതിൻ്റെ മുകളിലായി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്താവും ഒന്ന് ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ബദാമും പിസ്താവും ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതൊരു 3 സ്റ്റെപ്പായി ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ക്രീമിയോ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.